Hello, welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓഗസ്റ്റ് 8 ന്യൂസ് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. സോ എന്നുമുള്ളതുപോലെ ഇന്ന് നമ്മുടെ ലീഡിംഗ് ആർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടെണ്ണത്തിനെയാണ്. ഒന്ന് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ഓൺ ICJ's അഡ്വൈസറി ഒപ്പീനിയൻ, പിന്നെ രണ്ട് നമുക്കറിയാം വൈസ് പ്രസിഡന്റ് രാജിവെച്ചിരുന്നു, അപ്പോൾ അതിൽ പുതിയ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യും. ഇന്ന് കുറച്ച് ആർട്ടിക്കിൾസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി ആർട്ടിക്കിൾസിലേക്ക് തന്നെ പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓപ്പൺ എഡിറ്റോറിയലാണ് ദ ഹിന്ദുവിൽ വന്നിരുന്നത്. ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഒരു അഡ്വൈസറി ഒപ്പീനിയൻ ആണ്, വിച്ച് ഇസ് ആക്ച്വലി എക്സ്പെക്റ്റഡ് ടു ബൂസ്റ്റ് ദി ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ ടുവേർഡ്സ് മിറ്റിഗേറ്റിംഗ് ദ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള രീതിക്ക്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ സിവിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ICJ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അതിനെ നമ്മൾ വേൾഡ് കോർട്ട് എന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദി പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയുക അഡ്വൈസറി ഒപ്പീനിയൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ടുവേർഡ്സ് ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. അപ്പോൾ ഇത് ടെക്നിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ബൈൻഡിങ് ആയിട്ടുള്ളൊരു ഇത് റൂളിംഗ് അല്ല, പക്ഷേ ഇതിനൊരു വലിയൊരു പെർസുവേസീവ് വാല്യൂ ഉണ്ട്. അതായത് ഇതൊരു വലിയൊരു പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് UN എന്ന് വരുന്നത് കൊണ്ട് തന്നെ സ്റ്റേറ്റ്സ് ആർ സംവാട്ട് കൈൻഡ് ഓഫ് ലൈക്ക് ബൗണ്ട് ടു ഫോളോ ദീസ് ഒപ്പീനിയൻസ്. അതിനൊരു വെരി ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതിന് മുന്നേ 2019 ഇതേ ICJ തന്നെ ഒരു റൂളിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ UK നമുക്കറിയാം, ഈ ചാഗോസ് ആർച്ചിപ്പെലാഗോ എന്ന് പറഞ്ഞിട്ട്, ഇതാണ് നമ്മുടെ ഇന്ത്യ എവിടെ ഉള്ളത്, ഇവിടെ ചാഗോസ് ആർച്ചിപ്പെലാഗോ ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ബ്രിട്ടീഷ് ഇന്ത്യൻ കൺട്രോൾഡ് ടെറിട്ടറി ആയിരുന്നു അപ്പോൾ കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ മൊറീഷ്യസ് ആൻഡ് ബ്രിട്ടീഷ്. അപ്പോൾ ഈ ഒരു ICJയുടെ കുറേ കേസൊക്കെ നടന്നതിന് ശേഷം ICJ ഇതേപോലൊരു അഡ്വൈസറി ഒപ്പീനിയൻ കൊടുത്തു, ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ലൈക്ക് UN ജനറൽ അസംബ്ലി. അങ്ങനെ ഒരു കൊടുത്തപ്പോഴത്തേക്കും അവർ അതിലൊരു അഡ്വൈസറി ഒപ്പീനിയൻ കൊടുക്കുകയുണ്ടായി. അതുവഴി അവർ പറഞ്ഞു ഇത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത്. ഇത് 2019 പറഞ്ഞത്, പക്ഷേ ഇതിപ്പോൾ ട്രാൻസ്ഫർ നടന്നേക്കുന്നത് 2-3 മാസം മുന്നേ ആണ് നടന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി ഗുഡ് പെർസ്യൂസീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം ദ വേൾഡ് കോർട്ട് ICJ ഹാസ് യുനാനിമസ്ലി റൂൾഡ് ദാറ്റ് ദ സ്റ്റേറ്റ്സ്, ഓൾ ദി സ്റ്റേറ്റ്സ്, ഈ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺട്രീസിനെയാണ് കേട്ടോ, ജനറലി ഇൻ ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ഹാവ് ദി ലീഗൽ ഒബ്ലിഗേഷൻ ടു പ്രൊട്ടക്ട് ദി ക്ലൈമറ്റ് സിസ്റ്റം. ആൻഡ് എല്ലാ സ്റ്റേറ്റ്സിനും ദേ ഹാവ് ദി എന്താ പറയുക, ദേ ഓൾസോ ക്ലാരിഫൈഡ് ദി എന്താ പറയുക കോൺസിക്വൻസസ് ഇഫ് ദേ ഫെയിൽ ടു ഡു സോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റിനും അവരുടെ ഡ്യൂട്ടീസ്, ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസിനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ ഈ ഒരു റൂളിംഗ് ഇറ്റ് ഹാസ് ആക്ച്വലി കൺസിഡർ വെരി ഗുഡ്, ബിക്കോസ് അത് എല്ലാ ക്ലൈമറ്റ് ട്രീറ്റീസിനെയും ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. കാര്യം നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ചെറുതിൽ കേട്ടിട്ടുണ്ടാവും പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2015 നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2015 പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റിൽ നമ്മൾ കുറച്ച് അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ് വെച്ചു. അതായത് നമുക്കറിയാം, ക്ലൈമറ്റ് ചേഞ്ച് കാരണം നമ്മൾ ഇന്നലത്തെ ന്യൂസ് ആർട്ടിക്കിൾസിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ജപ്പാനിലുണ്ടാകുന്നത് ഹോട്ടസ്റ്റ് ടെമ്പറേച്ചർ ഇൻ ഇറ്റ്സ് ഹിസ്റ്ററിയൊക്കെ. അങ്ങനെ ഒരുപാട് രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇസ് എഫക്റ്റിംഗ് എസ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ റൈസ് ഇൻ ടെമ്പറേച്ചറിനെ കുറയ്ക്കണം. അപ്പോൾ അതിന് നമ്മളൊരു ടാർഗറ്റ് വെച്ചതാണ് ഈ വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ് റൈസ് നമുക്ക് അത് നമ്മൾ ടാർഗറ്റ് ചെയ്യണം. പറ്റുമെന്നുണ്ടെങ്കിൽ വി ഷുഡ് സ്ട്രൈവ് ടു ലിമിറ്റ് ടു 1.5 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രീ ഇൻഡസ്ട്രിയൽ ലിമിറ്റ്സ് കേട്ടോ. ഒരു 1750s ആ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെമ്പറേച്ചർ റൈസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ രീതിയിലാണ് ഈ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റും ഇത് കണ്ടോ, UNFCC എന്ന രീതിക്ക് പറയും, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCC, ക്യോട്ടോ പ്രോട്ടോക്കോൾ, ഈ പറഞ്ഞ എല്ലാ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസിനെയും മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഈ റൂളിംഗ് ഇറക്കിയേക്കുന്നത്. അതിലവർ പറയുന്നത് നമ്മൾ 2 ഡിഗ്രി സെൽഷ്യസ് ആണ് എയിം ചെയ്യുന്നതെന്നുണ്ടെങ്കിലും 1.5 ഡിഗ്രി സെൽഷ്യസ് ഷുഡ് ബി ദ ത്രെഷ്-ഹോൾഡ്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു രീതി ഉണ്ടല്ലോ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റിലേക്കുള്ള മിറ്റിഗേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ആക്ഷൻസ്, ഇറ്റ് ഈസ് നോ വെയർ നിയർ ദ ട്രാക്ക്. നമ്മൾ ഇപ്പോഴത്തെ രീതിയിൽ ഈ 1.5 ഡിഗ്രി സെൽഷ്യസ് എത്താൻ പോലും പറ്റില്ല. അതായത് 1.5 ഡിഗ്രി സെൽഷ്യസ് വിൽ ഡെഫിനറ്റ്ലി ബ്രീച്ച് എന്നും ഈ 2 ഡിഗ്രി സെൽഷ്യസ് പോലും നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഡൗട്ടാണ് ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡീസ് പ്രൊജക്ഷൻസ് പറയുന്നത്. അപ്പോൾ ഈ ICJയുടെ റൂളിംഗ് ഇൻ ദിസ് കണ്ടെക്സ്റ്റ് ഇസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അർത്ഥം, നമുക്ക് ഓരോ സ്റ്റേറ്റ്സിനും നമ്മൾ ഇന്നലെ കണ്ടു, ലൈക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാറ്ററി വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നെറ്റ് സീറോ കൺസെപ്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മൾ പഞ്ചാമൃത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഗ്ലാസ്ഗോ സമ്മിറ്റിൽ പറഞ്ഞിരുന്ന കുറച്ച് ഒരു ടാർഗറ്റ്സ് ഉണ്ട്. ഇതൊക്കെ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്നാണ്, NDCs എന്ന് നമ്മൾ പറയും, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ ഇത് ഓരോ നേഷനും അവരുടെ രീതിയിൽ പറ്റുന്ന രീതിയിൽ അവരുടെ ടാർഗറ്റ് സെറ്റ് ചെയ്ത് ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ എന്നുള്ള രീതിക്ക്
സെറ്റ് ചെയ്യുന്ന ടാർഗറ്റാണ്. അപ്പോൾ കുറേ കൺട്രീസ് ആക്ച്വലി വാദിച്ചിരുന്നത് ഇത് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്, അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വേണം ഇത് ചെയ്യാനായിട്ട്. പക്ഷേ കോർട്ട് ആ ആർഗ്യുമെൻറ്റിനെ റിജക്റ്റ് ആണ് ചെയ്തത്. ആൻഡ് ദേ ആക്ച്വലി NDCs ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും all the countries must ensure that their NDCs reflect their highest possible ambitions. അവരാൽ കഴിയാവുന്ന പരമാവധി രീതിയിൽ അവർ ശ്രമിച്ച് ഇത് കോൺക്രീറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം എന്നാണ് ICJ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നു? ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2009 സമയത്ത് തന്നെ നമ്മളൊരു ഈ വേൾഡ് ഓർഗനൈസേഷൻസ് ഓർ വേൾഡ് കൺട്രീസൊക്കെ കൂടി ചേർന്നിട്ട് ഒരു $100 billion per year 2020 ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം പൂൾ ചെയ്ത് ഡെവലപ്പിംഗ് കൺട്രീസിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ മിറ്റിഗേറ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ബൈ 2020 ഇത്രയും സമ്മ പെർ ഇയർ നമുക്ക് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. അവസാനം കുറേ നെഗോസിയേഷൻസിന് ശേഷം 2024 COP29 എന്ന് നമ്മൾ പറയും. ഇത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് നമ്മൾ പറയുന്നത് UNFCCയുടെ. അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഗോൾസിനെ ട്രിപ്പിൾ ചെയ്യാം ബൈ 2035. ബൈ 2035 ആകുമ്പോഴത്തേക്കും നമ്മൾ $300 billion കൊടുക്കാം പെർ ഇയർ ടു ദി ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഇതും നടക്കാനായിട്ടുള്ള ചാൻസസ് തീരെ കുറവാണ്. ഇങ്ങനെ നമ്മൾ കുറേ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്റ്റെപ്സും എടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് വരുമ്പോഴാണ് നമ്മളിത് പറയുന്നത്. ഈ ഗ്ലോബൽ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഗ്ലോബൽ നോർത്ത് മീൻസ് ഡെവലപ്ഡ് കൺട്രീസും ഗ്ലോബൽ സൗത്ത് മീൻസ് ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ വരുന്നത്? ഈ ഡെവലപ്ഡ് കൺട്രീസൊക്കെ എങ്ങനെയാണ് ഡെവലപ്ഡ് ആയത്? അവരുടെ കൺട്രീസൊക്കെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലൂടെ കടന്നു പോയവരാണ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് അവർ ഒരുപാട് എമിഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എമിഷൻസ് ഒക്കെ കാരണമാണ് കൂടുതലും ഇപ്പോൾ ടെമ്പറേച്ചർ റൈസ് ഉണ്ടായേക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ഓൾസോ ആസ്പയറിംഗ് ടു ബി ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ അവർക്കും കുറച്ച് എമിഷൻസ് എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പം എല്ലാവരും കുറയ്ക്കണം, സമമായി കുറയ്ക്കണം, കണ്ടെയ്ൻ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഡെവലപ്പിംഗ് ആസ്പിറേഷൻസ് ഒക്കെ അവിടെ ഹിൻഡർ ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് ഈ CBDRC എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ്. അവരാൽ കഴിയാവുന്ന രീതിയിൽ നമ്മൾ ഇക്വിറ്റിയാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. എല്ലാവർക്കും എല്ലാവരും ഒരേപോലെ കുറയ്ക്കാമെന്നല്ല, ഇക്വിറ്റി ബേസ് ചെയ്ത് വേണം നമ്മൾ കുറയ്ക്കാനായിട്ട്. ഡിഫറൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് ഓരോ കൺട്രീസിനും ഉള്ളത്. അവരവരുടെ കേപ്പബിലിറ്റിയും അവർ നോക്കേണ്ടതാണ്. ഇതാണ് ബേസിക്കലി ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് ഇതിൻ്റെ രീതിയിലാണ് ഇത് പറയുന്നത്. അപ്പം ഒരു കൺട്രീസ് പോലും ഇതിനകത്ത് എക്സംഷൻ ആവാൻ പാടില്ല ക്ലൈമറ്റ് ഒബ്ലിഗേഷൻസ് നിന്ന്. ഇടയ്ക്ക് വെച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഫസ്റ്റ് ടേമിനകത്ത് അദ്ദേഹം ഈ പാരീസ് ക്ലൈമറ്റ് അഗ്രിമെൻറ്റ് വിഡ്രോ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ജോ ബൈഡൻ വന്നപ്പോഴത്തേക്കും അദ്ദേഹം റീജോയിൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കൺട്രീസും അവരുടെ ഒബ്ലിഗേഷൻസിൽ നിന്നും എക്സംഷൻ ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് വി ഷുഡ് എൻഷുർ എ ജസ്റ്റ് ട്രാൻസിഷൻ. അതായത് എല്ലാവരുടെ അടുത്തും ഈക്വലി കുറയ്ക്കാൻ പറയാതെ അവരവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു സമത്വം ഉണ്ടാക്കിക്കൊണ്ട് ജസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ് നമുക്ക്, ഫെയർ ആയിട്ടുള്ള ട്രാൻസിഷൻ നോംസ് ആണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഇത് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് വേറെ കൂടുതൽ അതിനകത്ത് ബാക്കിയുള്ള ഈ പറയുന്നതൊന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ദിസ് റൂളിംഗ് ഇസ് എക്സ്പെക്റ്റഡ് ടു എന്താ പറയുക, ബൂസ്റ്റ് ദ സ്റ്റെപ്പ് ടുവേർഡ്സ് ക്ലൈമറ്റ് ആക്ഷൻ. ബിക്കോസ് ഈ പറഞ്ഞ ഈ ഗോൾസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അത് മീറ്റ് ചെയ്ത് വരുമ്പം അവസാനം അത് ഹാനികരമാകുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ ഈ റൂൾസിൻ്റെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി ക്ലൈമറ്റ് ഫിനാൻസിംഗ് ഒക്കെ വന്ന് ഡെവലപ്പിംഗ് കൺട്രീസിലും ഈ പൈസയൊക്കെ എത്തി ദേ ക്യാൻ മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് എഫക്റ്റീവ്ലി എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോകാം. ഇത് നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ശ്രീ ധൻകർ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടായിരുന്നു മിഡ് ടേമിൽ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പുതിയ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ ഇറക്കിയത് ആരാണ്? അവിടെ നമുക്ക് നോട്ട് ചെയ്യുന്നത് EC ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് നോട്ട് ചെയ്തേക്കുന്നത്. 21 ഓഗസ്റ്റ് 21 ഇത് ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് സെപ്റ്റംബർ 9 വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ആരാ? ഇത് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആയതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതും ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നത് കേട്ടോ റയർ ആയിട്ടുള്ള മിഡ് ടേം വേക്കൻസിയാണ് ഈ ജഗ്ദീപ് ധൻകർ വന്നപ്പോഴത്തേക്കും ഉണ്ടായതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ റയർ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ളതല്ല. 3 പ്രാവശ്യം അതാണ് ടോട്ടലി സംഭവിച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ 2 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അത് VV ഗിരി എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹവും R വെങ്കട്ടരാമൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രസിഡന്റ് ഉണ്ട്. അവർ രണ്ടുപേരും ഇതിനു മുമ്പേ മിഡ് ടേമിൽ രാജിവെച്ചിട്ടുണ്ട്. അത് പക്ഷേ കുറച്ച് എന്താ പറയുക, നമ്മുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഫസ്റ്റ് ടൈമാണ് മെഡിക്കൽ റീസൺസ് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം
രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പ്രസിഡന്റ് കഴിഞ്ഞാൽ രാജ്യത്തെ സെക്കൻഡ് മോസ്റ്റ് ഹയസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് ആരാണ്? അതിനെയാണ് നമ്മളുടെ ഇലക്ട്രൽ കോളേജ് എന്ന് പറയും. ആ ഇലക്ട്രൽ കോളേജിനകത്ത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും എല്ലാ എംപിമാരും കൂടെ ചേർന്നിട്ടാണ് വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഇപ്പം നടക്കാൻ പോകുന്നത് 17th വൈസ് പ്രസിഡന്റ് ഇലക്ഷനാണ്. എന്തുകൊണ്ടാണ് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ UPSC റൈറ്റ് നൗ ദേ ആർ ആക്ച്വലി ഫോക്കസിങ് ഓൺ ചെറിയ ഒരു എന്താ പറയുക ഫാക്ച്വൽ സ്റ്റഫ്. ഇത് ചിലപ്പോൾ 15th എന്ന് പറയാം, ചിലപ്പോൾ 20th വൈസ് പ്രസിഡന്റ് ചിലപ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞൊരു റീസെൻറ്റ് ട്രെൻഡ് വെച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 17th വൈസ് പ്രസിഡന്റ് സെലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് രാജ്യസഭയിലെ എലക്റ്റഡും നോമിനേറ്റഡുമായിട്ടുള്ള മെമ്പേഴ്സും പ്ലസ് ലോക്സഭയിലെ എലക്റ്റഡ് മെമ്പേഴ്സും എല്ലാവരും കൂടെ ചേർന്നായിരിക്കും വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു വോട്ടിന് ഒരു വാല്യൂ ആണ്. പക്ഷേ നമുക്ക് പ്രസിഡന്റിന് ഇലക്ഷൻ സമയത്ത് നമ്മളിത് GS ക്ലാസ്സസിൽ കൃത്യമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യും. ബിക്കോസ് കുറച്ച് കൺസെപ്ച്വൽ കാര്യങ്ങളുണ്ട്. ഇത് നമുക്ക് ഓവർവ്യൂ ആയിരിക്കും നമ്മളിപ്പോൾ നോക്കി പോകുന്നത്. പ്രസിഡന്റിൻ്റെ സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ എലക്റ്റഡ് മെമ്പേഴ്സും കൂടെ ഈ ഇലക്ട്രൽ കോളേജിൻ്റെ പാർട്ടാവും. അപ്പോൾ എല്ലാവർക്കും MPസിന് ഒരു വോട്ട് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്സിലെ MLAസിന് വേറൊരു വോട്ട് വാല്യൂ ആയിരിക്കും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒരു കൂടുതലായിട്ട് ആ ഒരു ക്ലാസ്സസ് വരുമ്പോഴത്തേക്കും. ഇപ്പോൾ തൽക്കാലം ഓർക്കുക MPസിന് എല്ലാവർക്കും ഒരു വോട്ടിന് ഒരു വാല്യൂ ആണ്. അപ്പോൾ ഇതൊരു സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നുള്ള രീതിക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ബട്ട് കുറച്ച് നോക്കേണ്ട കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഇപ്പോൾ UPSCക്ക് ചോദിക്കാവുന്ന ചാൻസ് ഉള്ള സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് പ്രിഫറൻസ് നമ്മളിപ്പോൾ സാധാരണ എന്താ ചെയ്യുക, വോട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് വോട്ട് കുത്തിയിട്ട് ഒരു ചിഹ്നത്തിന് വോട്ട് കുത്തിയിട്ട് വരും. പക്ഷേ ഈ ഒരു സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ അതിനകത്ത് നമ്മൾ പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. 4 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്ക് 1 2 3 4 എന്നുള്ള രീതിക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഈ ഇൻ്റർനാഷണൽ ഫോം ഓഫ് ഇന്ത്യൻ ന്യൂമറൽസോ അല്ലെങ്കിൽ റോമൻ ഫോമോ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇന്ത്യൻ ലാംഗ്വേജ്, ഇതിൽ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഓൾസോ ഇറ്റ് ഷുഡ് നോട്ട് ബി ഇൻഡിക്കേറ്റഡ് ഇൻ വേർഡ്സ്. ഇങ്ങനെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ UPSCക്ക് ഇത് എങ്ങനെ വേണോ ചോദിക്കാം. നമ്മളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ ഈ ഒരു വൈസ് പ്രസിഡന്റ് ഇലക്ഷന് നമുക്ക് നോമിനേഷൻ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നോമിനേഷൻ വെറുതെ ഞാൻ പോയി നിൽക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് 20 എലക്ടേഴ്സിനെ പ്രപ്പോസ് ചെയ്യണം, വേറൊരു 20 എലക്ടേഴ്സിനെ അതിനെ സെക്കൻഡ് ചെയ്യണം. അങ്ങനെ 40 MPസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് വൈസ് പ്രസിഡന്റിൻ്റെ നോമിനേഷൻ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിനകത്ത് വിപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പത്രത്തിൽ വായിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിനൊന്നും തന്നെ വിപ്പ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. വിപ്പ് എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ദേ വിൽ ഇഷ്യൂ എ ഡയറക്റ്റീവ് ദാറ്റ് നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ ഇന്നത്തെ വോട്ടിങ്ങിൽ വോട്ട് ചെയ്യാവൂ എന്നുള്ള രീതിക്ക്. പക്ഷേ വൈസ് പ്രസിഡൻഷ്യൻ്റെ ഇലക്ഷനകത്ത് ഈ വിപ്പ് ബാധകമല്ല. they should not be issuing the whip and it will be considered as secret ballot. നമുക്കറിയാം, നമുക്ക് ആരും അറിയാതെ തന്നെ നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ള രീതിക്ക്. സാധാരണ രീതിയിൽ പാർലമെൻറ്റിൽ എന്തെങ്കിലും വോട്ടിംഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിപ്പ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ വൈസ് പ്രസിഡന്റ് ഇലക്ഷന് ദർ ഇസ് നോ വിപ്പ്. ഇത് മാത്രം ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നിട്ടിരിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ പറഞ്ഞതുപോലത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ വൈസ് പ്രസിഡന്റ് മിഡ് ടേം ആണ് അദ്ദേഹം റിസൈൻ ചെയ്തത്. ഇനിയിപ്പോൾ ഇലക്ഷൻ നമ്മൾ നടത്തുന്നുണ്ടല്ലോ. ഈ പുതിയതായിട്ട് എലക്ട് ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് എത്ര വർഷത്തേക്കുണ്ടാവും? 5 years. ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു, ഇനി 3 വർഷമേ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിലും അതിനകത്ത് ആ ഒരു ടേം അല്ല, നമ്മൾ പുതുതായിട്ട് ഫ്രഷ് ആയിട്ടൊരു 5 year ടേം ആയിരിക്കും പുതിയ വരുന്ന പ്രസിഡന്റ് ഉണ്ടാവുക. ഈ കാരണം ഇതിപ്പോൾ വളരെ വേഗമായിട്ടാണ് ഇപ്പോൾ ഇലക്ഷൻ നടത്തുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആക്ച്വലി ദർ ഇസ് നോ ടൈം ലിമിറ്റ് ദാറ്റ് നമുക്ക് ദർ ഷാൽ ബി എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ വൈസ് പ്രസിഡന്റിൻ്റെ കേസിനകത്ത് അങ്ങനെയല്ല. ആസ് സൂൺ ആസ് പോസിബിൾ വേക്കൻ്റ് ആവുന്ന സമയത്ത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം ലിമിറ്റ് ഇത്ര 6 മാസത്തിനുള്ളിൽ പുതിയൊരു വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ദ ഗവൺമെൻറ് ഹാസ് ഡിസൈഡഡ് ദാറ്റ് നമുക്ക് ഉടൻ തന്നെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാമെന്നുള്ള രീതിക്ക്. അപ്പോൾ അങ്ങനെ അടുത്ത മാസം തന്നെ ഇലക്ഷൻ ഉണ്ടാകുന്നതായിരിക്കും. സോ ഹോപ്പ് വി ഗെറ്റ് എ ഗുഡ് പേഴ്സൺ ആസ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു Q&A പോലെയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ജസ്റ്റ് നിങ്ങളൊരു റെഫറൻസിന് വേണ്ടി മാത്രം ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ആർട്ടിക്കിളിൻ്റെ ബേസിസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലത്തെ ഡിസ്കഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് RBI അവരുടെ റിപ്പോ റേറ്റ്, അതായത് ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ് റേറ്റ്സിനെ അൺചേഞ്ച്ഡ് ആയിട്ട് അങ്ങനെ വെച്ചേക്കാണ് ഒരു 5.5%. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു. നമ്മൾ GS ക്ലാസ്സിൽ അതിൻ്റെ കൺസെപ്ച്വൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ബേസിക്കലി മണി സപ്ലൈ കൺട്രോൾ ചെയ്യുക, അതുവഴി നമ്മുടെ വിലക്കയറ്റം ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇതുവഴി ഇപ്പോൾ ഹിന്ദുവിനകത്ത് വന്നൊരു എഡിറ്റോറിയലാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ആ ഒരു സാധനത്തിനെ അൺചേഞ്ച്ഡ് ആയിട്ട് കീപ്പ് ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമാണ് എന്നുള്ള രീതിക്കാണ് ഹിന്ദുവും കമൻറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ
ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇങ്ങനെ രാവിലെ വരും ഈ താരിഫ് പ്രഖ്യാപിക്കും, വൈകിട്ട് വരും പിന്നെയും താരിഫ് പ്രഖ്യാപിക്കും. അപ്പോൾ ഒരുപാട് അൺസർട്ടനിറ്റീസ് നമുക്ക് ചുറ്റിലും നടക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് സ്ട്രാറ്റജി വേണം എടുക്കാനായിട്ട്. കാര്യം ഇപ്പോൾ ഇദ്ദേഹം ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ നമ്മുടെ RBI ഗവർണർ അദ്ദേഹം വന്ന് ഈ ഒരു നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റാൻസ് എടുക്കുകയാണ്, കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഡൊണാൾഡ് ട്രംപ് ഒരു 25% അഡീഷണൽ താരിഫും കൂടെ പ്രഖ്യാപിച്ചത്. അപ്പോൾ അദ്ദേഹം എടുത്തിരുന്നത് ഒരു വളരെ റൈറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഹിന്ദുവും കമൻറ്റ് ചെയ്തേക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ബൈലാറ്ററൽ ട്രീറ്റീസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. US-ഉമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ ട്രീറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് എത്രത്തോളം നല്ല രീതിയിൽ പോകുന്നില്ല എന്നതുകൊണ്ടാവാം നമുക്ക് ഇമ്പോസിഷൻ ഓഫ് പെനാൽറ്റീസും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. ഇന്നലത്തെ ആർട്ടിക്കിൾസ് ജസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി, അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ ആക്ച്വലി ഒരു 100 BPS, അതായത് നേരത്തെ ഉണ്ടായിരുന്ന റേറ്റ് നമ്മൾ കുറച്ചുകൂടെ കുറച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ മോണിറ്ററി സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ഉണ്ട്, അതായത് പൈസയുടെ അളവ് കൂടുതൽ തന്നെ ഉണ്ട്, ആവശ്യത്തിന് കൂടുതലുണ്ട്. മാത്രമല്ല ഇത് നമ്മൾ കഴിഞ്ഞ ടേമിൽ, അതായത് കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ നമ്മളിത് ഡിക്രീസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് എക്കണോമിയിൽ ഉണ്ടാവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇപ്പോൾ വീണ്ടും കുറയ്ക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്കാണ് ഇത് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ ചൈനയുടെ ഒരു ആർട്ടിക്കിൾ, ഡീകോഡിംഗ് ചൈന, ശശി തരൂർ സാർ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഇഷ്യൂ എന്തായിരുന്നു, അവരിങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വീക്കായിട്ടുള്ള ഇൻറ്റേർണൽ കൺസംഷൻ, അവരുടെ ഡൊമസ്റ്റിക് കൺസംഷൻ വളരെ കുറഞ്ഞു വരികയാണ് ബിക്കോസ് ഓഫ് ദി ഏജിങ് പോപ്പുലേഷൻ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു. ഇപ്പോൾ ഇവിടെ അതല്ല പ്രശ്നം, പക്ഷേ സ്റ്റിൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ് എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ സിംപ്ലി ഈ റേറ്റ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമില്ല. ഗവൺമെൻറ് ഷുഡ് ഓൾസോ ടേക്ക് സം മെഷേഴ്സ്. ഗവൺമെൻറ് ആക്ച്വലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ അത് ആക്ച്വലി റൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷേ സ്റ്റിൽ അത് മാത്രം പോരാ. നമ്മൾക്കറിയാം ജി എസ് ടിയിൽ പല റേറ്റ്സ് ഉണ്ട്, 5%, 12%, 18%, 28%. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നമ്മളൊന്ന് റാഷണലൈസ് ചെയ്യണം. അതായത് ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള 2 സ്ലാബ് മാത്രമായിട്ട് വെക്കുക. ഇതിനാണ് GST റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അത് കുറേ കാലമായിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് എത്രയും വേഗം ചെയ്യണം. മാത്രമല്ല നമുക്ക് ഫ്യൂവൽ പ്രൈസസിലുണ്ടായ റിഡക്ഷൻസ് എല്ലാം തന്നെ കൺസ്യൂമറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ കുറേ സ്റ്റെപ്സ് ദിസ് ഇസ് നോട്ട് ഷുഡ് ബി ടേക്കൺ ബൈ ദി RBI ബട്ട് ബൈ ദി ഗവൺമെൻറ്. അപ്പോൾ RBI നല്ല രീതിയിലാണ് ചെയ്തതെന്നുണ്ടെങ്കിലും ഇനി ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഗവൺമെൻറ് ടു ടേക്ക് ദി ഫർദർ ആക്ഷൻസ്. അപ്പോൾ നമുക്കിനി അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഈ BCCI, ക്രിക്കറ്റ് ആരാധകർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓർഗനൈസേഷനാണ് BCCI. ഈസ് BCCI ഔട്ട് ഓഫ് RTA ആക്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാർലമെൻറ്റ് പുതുതായിട്ട് നാഷണൽ സ്പോർട്സ് ഗവർണൻസ് ബില്ല് പാസ് ചെയ്തു. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം ആർട്ടിക്കിൾ വരും, അപ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിൻ്റെ പ്രൊവിഷൻസ് ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് പ്രകാരം BCCI ഈസ് നോട്ട് ഗോയിങ് ടു ബി സബ്ജക്റ്റഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി RTA ആക്ട്. RTA ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് വിവരാവകാശ നിയമം എന്ന് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ്, നമുക്ക് ഇൻഫർമേഷൻ വേണം ഫ്രം എ പബ്ലിക് അതോറിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാശ് അടച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരണം എന്നുള്ളത് ഒരു ലീഗലായിട്ടുള്ള നമ്മുടെ റൈറ്റാണ്. ആ രീതിയിൽ പാസ് ചെയ്യപ്പെട്ടൊരു ആക്റ്റാണ്. 2005 ഈ ആക്ട് വന്നത്. ഇതുവഴി ഒരുപാട് കറപ്ഷൻ സ്കാംസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് BCCI ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? BCCI ഇതിനെ ആക്ച്വലി ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് RTA ആക്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ബോഡി വിച്ച് ഇസ് ആക്ച്വലി സബ്സ്റ്റാൻഷ്യലി ഫിനാൻസ്ഡ് ബൈ ദി ഗവൺമെൻറ്, ആ ഒരു കാറ്റഗറിയിലാണ് വരേണ്ടത്. എന്നാൽ BCCI നമുക്കറിയാം വേൾഡിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ബോർഡാണ്. അപ്പോൾ അവർ എപ്പോഴും റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു RTA ആക്ടിൻ്റെ ആംബിറ്റിൽ വരാതിരിക്കാനായിട്ട്. കാര്യം അവർ ദേ ആർ ഓൾവേസ് റെസിസ്റ്റിംഗ് ടു കം അണ്ടർ ബിക്കോസ് ദേ ആർ നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഗവൺമെൻറ് ഫണ്ട്സ്. ഇതാണ് അവർ പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു അമെൻമെൻറ്റിലൂടെ, അതായത് ഇപ്പോൾ നമുക്ക് നാഷണൽ സ്പോർട്സ് ഗവൺമെൻറ് ആക്ടിനകത്ത് ഒരു അമെൻമെൻറ്റ് വഴി ഇപ്പോൾ ഇതാണ് കേസ് എന്നുണ്ടെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ റിലേറ്റഡ് ടു ദി ഗവൺമെൻറ് ഓർ ഫിനാൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ ആൻസറബിൾ ആയിരിക്കും എന്നുള്ളൊരു ക്ലോസും കൂടെ അതിനകത്തുണ്ട്. ഇത് ജസ്റ്റ് ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. പക്ഷേ BCCI റൈറ്റ് നൗ ഇറ്റ് ഇസ് നോട്ട് അണ്ടർ ദി RTA ആക്ട്. പക്ഷേ ഇത് ഈ ബില്ലിൻ്റെ അടിയിൽ ഇത് വരുന്നുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസ് ഇൻവോൾവ് ആയിരിക്കുന്ന കാര്യങ്ങളിൽ BCCIനെ ക്വസ്റ്റ്യൻ ചെയ്യാം ഈ ഒരു ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ RTA ആക്ടിൻ്റെ ആംബിറ്റിൽ ഇത് ഇപ്പോഴും വരുന്നില്ല.
അതിനെ ഒരുപാട് കമ്മിറ്റീസ് ആക്ച്വലി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2016 RM ലോധ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റിലെ റിഫോംസിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. RM ലോധ ഇസ് എ ഫോർമർ ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ അദ്ദേഹം BCCIയുടെ റിഫോംസ് കൊണ്ടുവരുന്ന രീതിയിൽ BCCIനെ RTI ആക്ടിൽ അടിയിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു ലോ കമ്മീഷനും അതിനെ റെക്കമെൻഡ് ചെയ്തു, ഇറ്റ് ഷുഡ് ബി ബ്രോട്ട് അണ്ടർ RTI. പക്ഷേ ഇപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BCCI വി നോ ഒരുപാട് വെൽത്തുള്ളൊരു ഓർഗനൈസേഷനാണ് ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി മോണോപ്പൊളിസ്റ്റിക് എന്ന് പറയുമ്പം ഈ ഒരു ക്രിക്കറ്റിൻ്റെ മേഖലയിൽ അതാണ് ഏറ്റവും സോൾ ബോഡി. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വരുമ്പോഴത്തേക്കും ഇത്രയും ഒരു വലിയ ഇമ്പാക്റ്റ് ഇൻ ദ സൊസൈറ്റി കൊണ്ടുവരുന്നത് കൊണ്ട് അതിനൊരു പബ്ലിക് നേച്ചർ ഫംഗ്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വരണം. മാത്രമല്ല ഈ ഒരു BCCIയുടെ കുറേ ലാൻഡും കാര്യങ്ങൾക്കൊക്കെ കുറേ ടാക്സ് എക്സംഷൻസും ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഒക്കെ അവരൊരു കുറേ ലാൻഡ് ഗ്രാൻഡ്സ് ഒക്കെ കൊടുക്കും, എന്തെങ്കിലും സ്റ്റേഡിയം പണിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് പണിയാനോ, സോ ദാറ്റ് ദേ വോണ്ട് ടു ഡെവലപ്പ് ദി സ്പോർട്സ് ഇൻ ദിയർ സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ കൈപ്പറ്റുന്നത് കൊണ്ട് അതും പബ്ലിക് അതോറിറ്റി ആവും എന്നുള്ള റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ BCCI ഈസ് നോട്ട് അണ്ടർ ദി ആംബിറ്റ് ഓഫ് RTI ആക്ട്. അപ്പോൾ ഈ RTI ആക്ടിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് ചെറിയൊരു കാര്യമുണ്ട്, വേറൊന്നുമല്ല. RTI ആക്ടിൽ തന്നെ കുറേ കാര്യങ്ങൾ എക്സംപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് നോക്കി പോകുന്ന കാര്യമേ ഉള്ളൂ. എന്തെങ്കിലും ഇൻഫർമേഷൻ വിച്ച് ഇസ് റിലേറ്റഡ് ടു ദി സോവറിനിറ്റി, ഇൻറ്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. മാത്രമല്ല ക്യാബിനറ്റിൽ നടക്കുന്ന എന്തെങ്കിലും പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അത് ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ള വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. അതിനൊരു RTI ആക്ട് ഒരാൾ കൊടുത്തെന്ന് പറഞ്ഞ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കണ്ട. അതുപോലെ തന്നെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിലേഷൻ വിത്ത് ദി ഫോറിൻ സ്റ്റേറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ പെടുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് റിലീസ് ചെയ്യണമെന്നില്ല ഈ ഒരു ഡേറ്റയിനെ. അപ്പോൾ ഇത് ജസ്റ്റ് RTI ആക്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ GS ക്ലാസ്സിന് അത് പഠിക്കും. പക്ഷേ ഈ ഒരു BCCI ഔട്ട്സൈഡ് എന്നുള്ള സംഭവം ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നതാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാണ്. ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിനെ കുറിച്ചാണ് വന്നത്. 2-3 ദിവസം ന്യൂസിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്ന് ആക്ച്വലി ടുഡേ എന്ന് പറയുന്നത് ഇന്ന് വന്നതല്ല കേട്ടോ, ഇത് 2-3 ഡേയ്സ് ബിഫോർ ഉള്ള ആർട്ടിക്കിളാണ്. നമുക്ക് ഈ ടൈം ഗ്യാപ്പ് കാരണം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഫസ്റ്റ് എവർ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി വിച്ച് ഈസ് ഗോയിങ് ടു ബി ലീഗലി ബൈൻഡിങ്. അതായത് ഇതിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ വി ആർ ബൗണ്ട് ടു ഒബേ ആൻഡ് റീച്ച് ദോസ് ടാർഗറ്റ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൺസൾട്ടേഷൻസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കി വെക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഈ ഇന്റർ ഗവൺമെൻറ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി എന്നുള്ളത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ട്? സംടൈംസ് എ ക്വസ്റ്റ്യൻ മേ ബി കമ്മിങ്. ഈ ഇന്റർ ഗവൺമെൻറ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി INC എന്ന് പറയുന്നത് ഇത് ഏത് ബോഡിയുടെ പാർട്ടാണ്? ഇറ്റ് ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് അസംബ്ലി, UNEA ആണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നത്. മാത്രമല്ല ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് പ്ലാസ്റ്റിക് പൊല്യൂഷൻസിനെ കേർബ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയിലേക്കാണ് ഈ INCs വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ദിസ് വിൽ പുഷ് ദി കൺട്രീസ് ടു അഡ്രസ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ റൈറ്റ് ഫ്രം ദി പ്രൊഡക്ഷൻ സ്റ്റേജ് വിച്ച് യൂസസ് പൊല്യൂട്ടിംഗ് ഓയിൽസ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ ആൻഡ് റീസൈക്കിളിലേക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു ഗ്ലോബലി അറ്റൈൻഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രോസസ് കൊണ്ടുവരിക, ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 10 പ്രൊഡ്യൂസിങ് കൺട്രീസിൻ്റെ ഒരു മാപ്പ് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും ഹയസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ചെയ്യുന്ന കൺട്രി. അതുപോലെ തന്നെ വേറെ ഒരുപാട് കൺട്രീസ് ഉണ്ട്. നൈജീരിയയാണ് സെക്കൻഡ് വരുന്നത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈസ് വെരി ഹാംഫുൾ ടു ദി ഗ്ലോബ് ആസ് സച്ച്. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവരുന്ന കുറേ നമ്മൾ INC ഇപ്പം നമുക്ക് നടക്കുന്നത് INC 5 കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ INC 1, 2, 3 ഒക്കെ ഉണ്ടായിരുന്നു. ഓവർ ദി ഇയേഴ്സ് ആയിട്ട് ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റ് കൊണ്ടുവരികയാണ്. പക്ഷേ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ പ്ലാസ്റ്റിക് കൺട്രോൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡിസ്കഷൻസിൻ്റെ ആവശ്യമൊക്കെ വരുന്നത്. സോ വി ഹോപ്പ് ദാറ്റ് അത് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി ഇപ്പോൾ ജനീവയിലാണ് ഇതിൻ്റെ മീറ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് ദേ റീച്ച് എ കൺസെൻസസ് ആൻഡ് എന്താ പറയുക ഫോർമുലേറ്റ് എ ഗുഡ് ട്രീറ്റി വിച്ച് വിൽ ബി ബെനിഫിഷ്യൽ ടു ദി വേൾഡ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാണ്. ഇതും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഉണ്ടാകുന്നൊരിതാണ്. ഇന്ന് ഹിന്ദുവിൽ വന്നിരുന്നതാണ് ദ ഗ്രേറ്റ് ബാരിയർ റീഫ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ NCERTസിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാകും. ഓസ്ട്രേലിയയിലാണ് ഇത് വരുന്നത്. ഇറ്റ് ഈസ് ദി വേൾഡ്സ് ലാർജസ്റ്റ് കോറൽ റീഫ്. 2300 കിലോമീറ്റേഴ്സോളം നിറഞ്ഞു നിൽക്കുന്ന ഇതാണ്. ഓസ്ട്രേലിയയുടെ ഈ പാർട്ടിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക ഇറ്റ് ഈസ് ആക്ച്വലി ഫേസിങ് ദി ലാർജസ്റ്റ് ആനുവൽ കോറൽ ലോസ് ഇൻ ദി 4 decades. ലാസ്റ്റ് 40 വർഷത്തിൽ ഏറ്റവും അധികം കോറൽ ലോസ് സംഭവിക്കുകയാണ്. നമ്മളിതിനെ കോറൽ ബ്ലീച്ചിങ് എന്ന് നമ്മൾ പറയും. എന്താണ് ഈ കോറൽ ബ്ലീച്ചിങ്? നമ്മൾ ഈ കണ്ടതുപോലെ ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന് പറയുന്നത് കോറൽ സിസ്റ്റമാണ്, ഒരു വേൾഡ്സ് ലാർജസ്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്
പദവിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ കോറൽ ബ്ലീച്ചിങ് സംഭവിക്കുകയാണ്. എന്താണ് ഈ കോറൽ ബ്ലീച്ചിങ്? ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ കോറൽ ബ്ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറൽ അങ്ങനെ എന്താ പറയുക ചത്തുപോകുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് ഡെഡ്. പക്ഷേ ഇതിനകത്തൊരു നമ്മളൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഒരു ആൽഗെ ആണ് അതൊരു ആക്ച്വലി ഒരു കളറൊക്കെ കൊടുക്കുന്നത്. ആൽഗെ സൂസാന്തലെ ഇറ്റ് ആക്ച്വലി ലീവ്സ് ഇൻ ദി കോറൽ ടിഷ്യൂസ് പ്രൊവൈഡിങ് ദ ഫുഡ് ആൻഡ് കളർ. അപ്പോൾ ഈ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻ വരുമ്പോൾ, അതായത് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ടെമ്പറേച്ചറൊക്കെ റൈസ് ചെയ്യുമ്പോഴും കുറേ പൊല്യൂഷൻ കൂടുമ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നമ്മുടെ ഈ വാട്ടറിൽ കൂടുന്ന സമയത്തും ഈ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ പ്രശ്നം വരും. വെൻ ഇറ്റ് ഇൻക്രീസസ് ദി വാട്ടർ ടെമ്പറേച്ചർ ഓർ ഇറ്റ് പൊല്യൂഷൻ ആകുമ്പോഴത്തേക്കും ഈ കോറൽസ് ഉണ്ടല്ലോ, ഈ കോറൽ പോളിപ്സ് ഈ ആൽഗേനെ എക്സ്പെൽ ചെയ്യും. ദേ എക്സ്പെൽ ദി ആൽഗെ ഫ്രം ദിയർ ടിഷ്യൂസ്. അപ്പോൾ നമുക്കറിയാം ഈ ആൽഗയാണ് ഈ കോറൽസിന് കളർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് എക്സ്പെൽ ചെയ്യുന്ന സമയത്ത് അത് കളർ ഇല്ലാതെ ഒരു ആൽഗെ ഇല്ലാത്ത രീതിയിൽ അതൊരു വൈറ്റ് ആയി മാറും. അപ്പോൾ നമുക്ക് ബ്ലീച്ച് ചെയ്യപ്പെട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും. സ്റ്റിൽ ദ കോറൽ ഇസ് ദെയർ, ഇറ്റ് ഈസ് സ്റ്റിൽ അലൈവ്. പക്ഷേ നമുക്ക് ഈ ബ്ലീച്ച് ചെയ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ വൈറ്റ് ആകുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ആക്ച്വലി എ സൈൻ കേട്ടോ. കാരണം ഈ ആൽഗെ ഇല്ലാതെ നമ്മൾ പറഞ്ഞു ആൽഗെ ഇറ്റ് ഈസ് നോട്ട് ദി സോഴ്സ് ഫോർ ജസ്റ്റ് ദി കളർ, ഇറ്റ് ഈസ് ദി സോഴ്സ് ഫോർ ഓൾസോ ദി ഫുഡ്. അപ്പോൾ ഫുഡ് ഇല്ലാതെ ഒരു ഓർഗാനിസത്തിനും ജീവിക്കാൻ പറ്റില്ല. ഇവൻച്വലി അത് ഡൈ ചെയ്യും. പക്ഷേ ബ്ലീച്ചിങ് നടക്കുമ്പോൾ ഉടൻ തന്നെ വരുന്നില്ല. അപ്പോൾ ഗ്രേറ്റ് ബാരിയർ റീഫിൽ ഇത്രയും ബ്ലീച്ചിങ് നടക്കുന്ന സമയത്ത് വി സ്റ്റിൽ ഹാവ് ദ ടൈം ടു ടേക്ക് സം ആക്ഷൻസ് സോ ദാറ്റ് ഈ കോറൽ ബ്ലീച്ചിങ്ങിനെ റിവേഴ്സ് ചെയ്യുക, കോറൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മളൊരു പ്ലേസസ് ഇൻ ന്യൂസ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇത് ഇന്ന് വന്നൊരു ജസ്റ്റ് ഒരു ആർട്ടിക്കിളാണ്. ഇപ്പം ഇത് പറയാൻ പോകുന്നത് തന്നെ എങ്ങനെയാണ് ഇങ്ങനൊരു വേൾഡ് പേജിലൊക്കെ ഒരു ന്യൂസ് വരുന്നു, ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ക്യൂ എടുക്കുന്നത്. ബിക്കോസ് ദെയർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ, ഡാർഫർ റീജിയൻ മെൻഷൻഡ് ഇൻ ന്യൂസ് ഇസ് സീൻ ഇൻ വിച്ച് കൺട്രി എന്നുള്ള രീതിക്ക് ഒരു 4 ഓപ്ഷൻ തരാം. അപ്പോൾ നമുക്കിത് കണ്ടിട്ടുണ്ട്, നമ്മൾ മാപ്പ് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഓർമ്മ നിൽക്കുള്ളൂ. അപ്പോൾ ഈ ഡാർഫർ റീജിയൻ എന്ന് പറയുന്നത് സുഡാനിലാണ് ഈ റീജിയൻ കാണപ്പെട്ടു വരുന്നത്. ഇതുപോലെ ന്യൂമറസ് റീജിയൻസ് ആർ ഓൾവേസ് മെൻഷൻഡ് ഇൻ ന്യൂസ്. നമ്മുടെ ഓറിയൻറ്റേഷൻ സെഷനകത്ത് സപ്പോറിസിയ റീജിയൻ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു കണ്ടത്? യുക്രൈനിലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ രീതി വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ ആ ഒരു കൺട്രിയുടെ മാപ്പ് വിച്ച് ഇസ് ബെസ്റ്റ് അവൈലബിൾ അതിനെടുത്ത് നോക്കണം. ഇതിനകത്ത് നോക്കുമ്പം സുഡാൻ്റെ കൺട്രിയാണ് പറയുന്നത്. ഇവിടെയാണ് ഡാർഫർ റീജിയൻ വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഏതെങ്കിലും കൺട്രീസ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് വെൻ വി ടേക്ക് ദ മാപ്പ് അതിൻ്റെ ചുറ്റിലുമായിട്ടുള്ള ബോർഡർ കൺട്രീസിനെ നമ്മളൊന്ന് നോക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നോക്ക് കണ്ടോ, ഞയാല, അൽ ഫാഷിർ എന്ന് പറയുന്ന കാർട്ടും എന്ന് പറയുന്നത് സുഡാൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഇങ്ങനത്തെ റീജിയൻസ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനെ നമ്മുടെ മൈൻഡിൽ ഇൻഗ്രെയിൻഡ് ആവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ്. ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്റ്റീവ് ഇൻ സുഡാൻ. ഇതുപോലെ തന്നെ പണ്ട് ന്യൂസിൽ ഉണ്ടായിരുന്നതാണ് M23 റിബൽസ് എന്ന് പറഞ്ഞിട്ട്. M23 റിബൽസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ടേം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വരുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കണം. അസോസിയേറ്റഡ് വിത്ത് വിച്ച് കൺട്രി എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. അപ്പോൾ M23 റിബൽസ് ആക്ച്വലി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ നേഷൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ് കാണപ്പെട്ട് വരുന്നത്, വിത്ത് ഇറ്റ്സ് ബോർഡർ വിത്ത് അനദർ കൺട്രി കോൾഡ് റവാണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊരു നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി ഫോർ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നതാണ്. സുഡാനിൽ ഒരുപാട് സിവിൽ വാറൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഒരു ടൈം ലൈനാണ് 1956 മുതൽ തന്നെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. അവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ബിക്കോസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കൺട്രിയിൽ നടക്കുന്നത് എന്താണെന്നുള്ള രീതിക്ക്, അതായത് ഒരു കൺട്രി തന്നിട്ട് അവിടെ എന്താണ് ഈ മേജറായിട്ട് നടക്കുന്നത് എന്നുള്ള രീതിക്ക് UPSCയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊരു ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ വെനെവർ യു സീ എ പ്ലേസ് ഇൻ ന്യൂസ്, നമ്മളിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യും. പക്ഷേ നിങ്ങൾ കാണുന്ന സമയത്ത് ടേക്ക് എ മാപ്പ് ഓഫ് ദാറ്റ് ഇൻ ദി ഇൻ്റർനെറ്റ് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് അബ്സോർബ് ദി ഡീറ്റെയിൽസ് വിച്ച് യു സീ ഇൻ ദാറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന ടോപ്പിക്സ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം നമ്മളിന്ന് കണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ICJ ഇസ് എ പ്രിൻസിപ്പൽ ഓർഗൻ ഓഫ് ദി UN. ICJയുടെ ഒരു അഡ്വൈസറി ഒപ്പീനിയനെ കുറിച്ചാണ് നമ്മൾ ആക്ച്വലി കണ്ടിരുന്നത്. അത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ് പുഷ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻസ്. അതുപോലെ തന്നെ നമ്മൾ വൈസ് പ്രസിഡൻറ്റിൻ്റെ അദ്ദേഹം റിസൈൻ ചെയ്തിരുന്നു. അതിൻ്റെ പോൾസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ടേക്സ് പ്ലേസ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ BCCI എന്ന് പറയുന്നത് RTA ആക്ടിൻ്റെ അടിയിലാണോ വരുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അത് ആരായിരുന്നു ചെയ്തിരുന്നത്? അതിനകത്തൊരു ടേം അസോസിയേറ്റ് ചെയ്തിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? INC എന്ന് പറയും, ഇൻ്റർനാഷണൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി, ഇൻ്റർ ഗവൺമെൻറ്റൽ നെഗോഷിയേറ്റിംഗ് കമ്മിറ്റി വിച്ച് കംസ് അണ്ടർ UNEA. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു പ്ലേസ് ഇൻ ന്യൂസ് കണ്ടു, ഡാർഫർ റീജിയൻ എന്ന് പറഞ്ഞിട്ട്. അത് എവിടെയായിരുന്നു കണ്ടിരുന്നത്? സുഡാനിലാണ്.
അപ്പോൾ ഇത്രയുമാണ് ആക്ച്വലി നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന മെയിൻ ടോപ്പിക്സ്. അപ്പോൾ നാളെ സാറ്റർഡേ ആണ്. സാറ്റർഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ആർട്ടിക്കിൾസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ അൺടിൽ ദെൻ ഗുഡ് ബൈ.